നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര നാരായണൻ. മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കുമല്ലേ നമ്മളിൽ പലരും. പലപ്പോഴും കാരണങ്ങളില്ലാണ്ട് ഉണ്ടാവുന്ന പല തലവേദനകളും നമ്മൾ മൈഗ്രെയിൻ തലവേദനയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്താണ് മൈഗ്രെയിൻ തലവേദനയെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലയുടെ ഒരു വശത്ത് അഥവാ ചെന്നിയിൽ അനുഭവപ്പെടുന്ന അതികഠിനമായ തലവേദനയാണ്. ഇത് പലരിലും 3 മണിക്കൂർ തൊട്ട് 3 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇനി 2 രീതിയിലാണ് പൊതുവെ മൈഗ്രെയിൻ കണ്ടുവരുന്നത്. ഓറയോട് കൂടിയ തലവേദനയും അല്ലാതെയും. ഈ ഓറയോട് കൂടിയ തലവേദന എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്റ്റർബൻസോടുകൂടിയാണ് ഉണ്ടാവാറ്. ഇത് 15% തൊട്ട് 30% ആൾക്കാരിലും ഈ രീതിയിലാണ് മൈഗ്രെയിൻ കണ്ടുവരാറുള്ളത്. ഇതിൽ വിഷ്വൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ വിഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലർഡ് വിഷനായിട്ടൊക്കെ കാണപ്പെടാറുണ്ട്. മൈഗ്രെയിൻ തുടങ്ങുന്നതിന് ഓരോരുത്തർക്കും ഓരോ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അഥവാ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് മിക്കപ്പോഴും നമ്മൾ ദിനചര്യയിലുള്ള മാറ്റങ്ങളായിരിക്കും കാരണം. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങുന്നതോ ഉറക്കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതോ വെള്ളം കൂടി കുറയുന്നതോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കും. ചിലപ്പോൾ ധാരാളമായിട്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോഴോ ചീസ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തണുപ്പുള്ള ആഹാരങ്ങളോ പുളിപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴോ ആപ്പിൾ പോലെ കഴിക്കുമ്പോഴൊക്കെ ചിലവർക്ക് ഇതേപോലെ മൈഗ്രെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇത് കൂടാതെ സ്ട്രെസ് ഉള്ള സമയത്ത്, ഹോർമോൺ വേരിയേഷൻ ഉള്ള സമയത്ത് ഒക്കെ ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രിഗറിങ് ഫാക്ടർ എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ മൈഗ്രെയിനിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആയുർവേദത്തിൽ അർദ്ധാവഭേദക എന്ന പേരിലാണ് മൈഗ്രെയിൻ അറിയപ്പെടുന്നത്. ഇതിന് ധാരാളം ചികിത്സാ രീതികളും ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് നസ്യം, തൈലബസ്തി, തൈലധാര എന്നൊക്കെ ഉള്ളത്. ഇതിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ചികിത്സയിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ പോലും നമ്മൾ നമ്മുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.